കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടാൻ പോകുന്ന ചടയമംഗലം ജഡായുപ്പാറയിലേക്കാണ് ഇന്ന് നമ്മളുടെ പ്രഭാത സവാരി. ഈ കാണുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം നടന്നു കയറിയാൽ മാത്രമേ നമുക്ക് ഈ ജഡായുപ്പാറയുടെ മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. അവിടേക്കാണ് നമ്മുടെ യാത്ര. നമുക്കിങ്ങനെ 3 വഴികളാണുള്ളത് ഈ ചടയമംഗലം ജഡായുപ്പാറയിലേക്ക് എത്താൻ. അതിൽ ഏറ്റവും ദുർഘടമായ ഒരു വഴിയിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. ഇത് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആണ് ഇതുപോലെ കുത്തനെയുള്ള പാറകൾ കയറി ഏതാണ്ട് 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമേ ഇതുവഴി നമുക്ക് ജഡായുപ്പാറയുടെ മുകളിലെത്താൻ സാധിക്കൂ. ഏതായാലും നമുക്ക് ഈ മാർഗത്തിലൂടെ പോയി നോക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ജഡായു ചിറകറ്റ് വീണ സ്ഥലമായിട്ടാണ് ഈ ജഡായുപ്പാറ അറിയപ്പെടുന്നത്. ആ കഥയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു ജഡായുവിൻ്റെ ശില്പം ഇവിടെ തീർത്തിട്ടുണ്ട്. ഏതാണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ ശില്പം തീർത്തിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് 200 ഏക്കർ ഭൂമിയിലാണ് ഈ ജഡായുപ്പാറ നിലനിൽക്കുന്നത്. നമുക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് കയറി കാണുവാൻ സാധിക്കില്ല, കാരണം അവരിവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് വേലികളൊക്കെ കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഏതായാലും വന്നു കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലങ്ങളിലൊന്നാണ് ഈ ജഡായുപ്പാറ.